KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിൻ്റെ സാന്നിധ്യം നമ്മളെ വളരെയധികം കുളിർമയുണ്ടാക്കി. കാരണം സണ്ണിയായിട്ടുള്ള ബന്ധം ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അന്ന് ഞങ്ങൾ ഈ മാട്ടറയിലെ പീഡിക പീഡിക അടച്ചുപൂട്ടിയിരിക്കുക. തിണ്ണയിൽ ഞാനും വെള്ളപ്പള്ളി ബിഷപ്പും ഈ സണ്ണി ജോസഫ് അന്ന് PDC സ്റ്റുഡൻ്റാണ്. അവനും പ്രസംഗിച്ചു. അങ്ങനെ നമ്മുടെ കൂടെ ഒപ്പം വളർന്നു വന്ന ആളാണ് സണ്ണി ജോസഫ്. അപ്പോൾ സണ്ണി ജോസഫിൻ്റെ വളർച്ചയിൽ നമുക്കൊക്കെ വലിയ സന്തോഷമുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇവിടെ ഈ മദ്യം എന്നും പറഞ്ഞ ഈ വലിയ സാധനത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ ഈ സണ്ണി ജോസഫിനെ പോലെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇതുപോലുള്ള ആളുകൾ വരണം. അതിന് നന്മ നമ്മൾ അനുഭവിച്ചത് ഉമ്മൻചാണ്ടി വന്നതുകൊണ്ട്. ഉമ്മൻചാണ്ടി ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആയപ്പോൾ എത്രയോ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ സാധിച്ചു. ഞാൻ തന്നെ 10, 20, 25 മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കും യാതൊരു വിധമായിട്ടുള്ള എതിർപ്പും കൂടാതെ കണ്ട് മുഖ്യമന്ത്രി ഉടൻ തന്നെ സൈൻ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ആ പേപ്പർ തന്നിട്ടുണ്ട്. ഈ ജനസമ്പർക്ക പരിപാടിയിലേക്ക് നമ്മൾ ചെല്ലുമ്പം ഈ ഉമ്മൻചാണ്ടി ഒരു 7-7:30 മണിയാകുമ്പോൾ തുടങ്ങി. ഞാൻ നിന്ന നിപ്പിൽ പിറ്റേ ദിവസം പാതിരാ വരെ അദ്ദേഹം അവിടെ നിൽക്കും. 500-1000-ഓളം ആളുകൾ നിൽക്കുന്നിടയ്ക്ക് ഞങ്ങളെപ്പോലുള്ള കഥ ഈ ലോവേറ്റ് ഒരാളെ കാണുമ്പോൾ പുള്ളി ഉടനെ വിളിക്കും. പോലീസുകാർ പറയും ഫാദറിനെ ഇങ്ങനെ കടത്തി വിട്ടേക്കാൻ. അപ്പോൾ വലിയ ആഘോഷമായിട്ടാണ് ഞങ്ങൾ സ്റ്റേജിലേക്ക് ചെല്ലുന്നത്. നമുക്ക് നല്ല വഴിയൊക്കെ ഉണ്ടാക്കി തന്ന പോലീസുകാർ ചെന്ന് കഴിഞ്ഞാൽ നിമിഷം കൊണ്ട് ഇത് വായിച്ചു, ഇത്ര നമ്പർ ബാറ് ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. അത് ഒപ്പിട്ട് കൊടുത്തു, എൻ്റെ തരും, സാധനം ക്ലോസ് ചെയ്തു. അപ്പം അത്ര നല്ലൊരു കാര്യം, ഇത് നന്മയാണ്. ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നതെല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഗവൺമെൻറ് ഈ മദ്യത്തിന് അവസരം കൊടുക്കുന്നത് ശരിയാണോ? ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതാണ്. ആർക്ക് വേണ്ടിയ ഒരു ഗവൺമെൻറ്? എന്തിനു വേണ്ടിയ ഒരു ഗവൺമെൻറ്? ഗവൺമെൻറ് നന്മ ചെയ്യണം, ജനങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരണം. രണ്ട് വെറുതെ ഇത് മുഖ്യമന്ത്രി ആരെ വിളിച്ചാൽ കരയുന്നേ? ചെയ്യേണ്ട കാര്യം ചെയ്യുക, അത്രയുള്ള കാര്യം. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കരയേണ്ട വരും. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തോറ്റുപോയതൊക്കെ വരും. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം ചെയ്തെങ്കിലേ നമുക്ക് അവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റൂ. അത് ഉമ്മൻചാണ്ടിയെ എല്ലാവരും ബഹുമാനിക്കുന്നതിന് ഒരു കാരണം അതാണ്. സാറിന് ഈ മദ്യത്തിനെതിരായിരുന്നു, VM സുധീരനെതിരായിരുന്നു. അവരുടെ ആത്മാവിൻ്റെ ഉള്ളിൽ തന്നെ ഈ തിന്മയെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഈ സംസ്ഥാനത്തുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം നമുക്കെപ്പോഴും നല്ലതാണ്. നമ്മുടെ സണ്ണിയെപ്പോലുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാസ്തവത്തിൽ സന്തോഷമാണ്. രാഷ്ട്രീയത്തിൽ മദ്യത്തിനെ ആത്മാർത്ഥമായി എതിർക്കുന്ന ചില വ്യക്തികളുണ്ടല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷം.